2008 നെൽവയൽ തണ്ണീർത്തട നിയമം വന്നതിന് ശേഷം പരിവർത്തനം ചെയ്യാത്ത ഭൂമികൾ കൃഷിയോഗ്യമാക്കാനുള്ള നിയമത്തിന് സർക്കാർ അംഗീകാരം നൽകണമെന്ന് KSKTU ജില്ലാ സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജൂലൈ 20-21 തീയതികളിലായി ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അവഗണനാ നയവും സംസ്ഥാന സർക്കാരിന്റെ അനുകൂലതയും ചർച്ച ചെയ്ത് ഭാവി പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ചിന്നക്കുട്ടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1970-കളിൽ 13 ലക്ഷം ഹെക്ടർ കൃഷിസ്ഥലമുണ്ടായിരുന്ന കേരളത്തിൽ LDF സർക്കാർ വന്നതിന് ശേഷം 70,000 ഹെക്ടർ തരിശുനിലമാണ് കൃഷിയോഗ്യമാക്കിയത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം ലഭിക്കാതെ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന മൂലമാണ്. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നുണ്ട്. പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നത് KSKTUവിന്റെ ഡിമാൻഡാണ്. തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനായി KSKTUവിന്റെ നേതൃത്വത്തിലുള്ള തൊഴിൽ സേനാ രൂപീകരണം സംസ്ഥാനതലത്തിൽ നടന്നുവരികയാണ്. സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന നേതാക്കൾ വിവിധ സെഷനുകളിൽ സംബന്ധിക്കുമെന്നും ചിന്നക്കുട്ടൻ പറഞ്ഞു. കർഷക തൊഴിലാളികളെയും മറ്റ് ദുർബല ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിൻ്റെ ഫലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുമെല്ലാം നല്ല നിലയ്ക്ക് പരിശോധിക്കുകയും അതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ വിഭാഗത്തോട് കാണിച്ചിട്ടുള്ള അനുകൂലമായ നിലപാടുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി കൊടുക്കുക എന്ന നിലവാരത്തിലേക്കാണ് ഗവൺമെൻറ് പോയത്. ഇടക്കാലത്താണ് അതിൻ്റെ ഒരു പ്രയാസം വന്നത്. ബോധപൂർവം ഗവൺമെൻറ് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടല്ല, സാമ്പത്തികമായ പ്രയാസങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായതിൻ്റെ ഫലമായി മാസാമാസം കൊടുക്കുക, അല്ലെങ്കിൽ 2 മാസം കൊടുക്കുക, അല്ലെങ്കിൽ കൂടിയാൽ 3 മാസത്തിലൊരിക്കൽ കൊടുക്കുക എന്നുള്ളത് മാറുന്നൊരവസ്ഥയാണ് വന്നത്. ജില്ലാ പ്രസിഡന്റ് TN കണ്ടമുത്തൻ, ചെയർമാൻ P. അരവിന്ദാക്ഷൻ, കൺവീനർ V. പ്രജീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.